അപ്പൊ 10 ദിവസത്തെ അർമാദവും പൊലിവും ഒക്കെ തീർന്ന് ബാക്ക് ടു റൊട്ടീൻ. അല്ലെങ്കിൽ ഈ തിങ്കളാഴ്ച ഒരു മടി പിടിച്ച ദിവസമാണ്. അപ്പൊ ഈ 10 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള തിങ്കളാഴ്ച പറയേണ്ട കാര്യമില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അങ്ങനെ ഏതായാലും ഞാനും ഉന്തി തള്ളി സ്റ്റാർട്ടാക്കി കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു കാത്തിരിപ്പാണ് വെള്ളിയാഴ്ച ആവാൻ. തിങ്കളാഴ്ച ദിവസം മിക്കവാറും വീടുകളിലെ അടുക്കള ഒരു യുദ്ധക്കളത്തിന് സമാനാണ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, യൂണിഫോം, അങ്ങനെ ആവശ്യങ്ങൾ പലതാണ്. ഇതിനിടയിൽ കുട്ടികളെ വിളിച്ചുണർത്തണം, അവരെ റെഡിയാക്കണം, അവർക്ക് ഫുഡ് കൊടുക്കണം, അവരുടെ ബാഗും ബുക്കും റെഡിയാണോ എന്ന് നോക്കണം. ഇതൊക്കെ കഴിഞ്ഞ് കൃത്യസമയത്ത് സ്കൂളിൽ അയക്കും വേണം. ഏകദേശം വെള്ളിയാഴ്ച വരെ ഇങ്ങനൊക്കെ തന്നെ. എന്നാല് ഇവിടെ കൊണ്ട് തീരും നമ്മളെ പണികള്. കുട്ടികളും കെട്ടിയനും പോയി കഴിഞ്ഞ് വീടൊന്ന് ശാന്തമായി തുടങ്ങുമ്പോ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിക്കണം. ആന കയറിയ കരിമ്പുകാട് പോലെ അലക്ഷ്യമായി കിടക്കുന്ന പാത്രങ്ങള്, വലിച്ചു വാരിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങള്, അങ്ങനെ വീണ്ടും അടുത്ത ടാസ്കിലേക്ക്. എന്നാൽ ഈ വീട്ടമ്മമാരുടെ ഓട്ടം പലപ്പോഴും ആരും കാണാറ് പോലും ഇല്ല. ശരിക്കും ഈ വീട്ടമ്മമാരുടെ ആസൂത്രണ മികവിലാണ് ഒരു വീട് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ വീട്ടമ്മ എന്നുള്ളത് പലരും വീട്ടിലിരിക്കുന്ന ഒരു അമ്മ ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. മറിച്ച് വീടിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവൾ എന്നുള്ളൊരർത്ഥം അതിനുണ്ട് എന്നുള്ളത് കുറെ വൈകിയാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് ഇതൊക്കെ ചെയ്യുന്ന ഒരു ഉമ്മ എന്റെ വീട്ടിലും ഉണ്ടായിരുന്നു. കുറെ കൂടി വലുതായി ഒരു ഭാര്യയായി വേറൊരു വീട്ടിൽ ചെന്ന് കയറിയപ്പോഴും അവിടെ ഇതുപോലൊരു ഉമ്മ വീട്ടമ്മായിട്ടുണ്ടേനു. പക്ഷെ അവരെ പോലൊരു വീട്ടമ്മായി കഴിഞ്ഞപ്പോഴാണ് അതിന്റെ വിലയും ബുദ്ധിമുട്ടൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും പൂർണ്ണമായിട്ടൊന്നും അവരെ പോലെ എനിക്ക് ആവാൻ പറ്റിയിട്ടില്ല. എന്നാലും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒരു വീട്ടമ്മന്റെ കടമകളും കുറച്ചെങ്കിലും ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സത്യത്തിൽ അവരെ പോലൊരു വീട്ടമ്മ ആവാൻ എനിക്ക് പറ്റുമെന്ന് പോലും അറിയില്ല. എന്താന്ന് വെച്ചാല് വീടുണരുന്നതിന് മുമ്പ് ഉണരുകയും വീട്ടിലെല്ലാരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രം വിശ്രമിക്കുകയും ചെയ്യുന്ന നമ്മളമ്മമാരെ പോലൊരു ഉമ്മ ആവാൻ അവർക്ക് മാത്രമേ കഴിയൂ. അങ്ങനെയുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ്.